പിന്നെ പിന്നെ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ നീ എന്താ ഇത്രയും വൈകിയ? ഞാൻ ആ ജയിലിന്റെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി നടക്കായിരുന്നു. എന്തിന്? ഇവിടെ ബാബുക്കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമെന്നറിയാൻ. എന്നിട്ട് കണ്ടോ? ഇല്ല, അവിടെ പോലീസുകാർ അക്കാമ്മ എന്നെ പരിഹസിക്കുകയാണല്ലേ. ഒരു മജിസ്ട്രേറ്റിനെ യജമാനെന്ന് വേണ്ടേ വിളിക്കാൻ? ഞാൻ അന്നും ഇന്നും പാപ്പച്ചൻ തന്നെയാ. അതെയോ? എന്നാ ശരി, വരുമെന്ന് വിചാരിച്ചില്ല. വരണമെന്ന് ഞാനും കരുതിയതല്ല. ഞാനിവിടെ വരരുതായിരുന്നു. പിന്നെന്താ വന്നേ? അക്കാമ്മയെ ഒന്ന് കാണാൻ. ഈ നിലയിൽ അല്ലേ? എന്താ പേര്? അച്ഛൻ അല്ല, വക്കച്ചൻ. അതിലൊരു അച്ഛനുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കൊച്ചമ്മയുടെ അംഗരക്ഷകനാ. അംഗരക്ഷകൻ അതായത് ഈ വാഷിംഗ് മെഷീനും കുക്കറും ഒക്കെ ഞാനാ. ഈ അലക്കും വെപ്പും കുടിയും ഒക്കെ ഞാനാ. കൊച്ചമ്മയുടെ ഒരു വിശ്വസ്ത സ്ഥാപനം. എന്നിട്ട് കൊച്ചമ്മയുടെ അകത്തുണ്ട്. പ്രാർത്ഥനയില്ല. പ്രാർത്ഥന കഴിഞ്ഞാൽ കരച്ചിൽ, കരച്ചിൽ കഴിഞ്ഞാൽ വിശ്രമം, വിശ്രമം പ്രാർത്ഥന, കരച്ചിൽ വിശ്രമം, വിശ്രമം പ്രാർത്ഥന, വിശ്രമം പ്രാർത്ഥന. ഇങ്ങനെയുണ്ട് പോകും. നമ്മുടെ ആലുവയിലെ തൂണിന്റെ മോളിക്ക് ഒരു സാധനം പോലോ. ബസ്സല്ലേ ഇത്തിരി നീട്ടുള്ളത്? മെട്രോ. ആ, മെട്രോ. അതുപോലെയാണ് കൊച്ചമ്മയുടെ പോക്ക്. ഇടയ്ക്കൊക്കെ നിൽക്കുള്ളു, കരച്ചിൽ നിർത്താറുള്ളേ. അപ്പൊ ഞാൻ ഇടയ്ക്ക് കൊച്ചമ്മ എടുത്ത് പറയും, എപ്പോഴും സ്തുതിയായിരിക്കും. ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഏത്? ഈ നിലയിൽ കണ്ടുമുട്ടാൻ ഇടവരുമെന്ന് ഞാൻ കാണുമെന്നേ വിചാരിച്ചില്ല. ഒരിക്കലും കാണരുതേ എന്നായിരുന്നു എന്റെ വിചാരവും. ബാബു ജയിലിലാണ്. ആ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിന്നാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. അച്ഛന്റെ മേൽനോട്ടത്തിലായിരുന്നില്ലേ അവൻ? കഴിഞ്ഞ ശനിയാഴ്ച സന്ധ്യ സ്വരൂപിയായ സ്വന്തം പിതാവിനറിയാൻ പോലും അർഹതയില്ലാത്ത ഈ ലോകത്ത് അരൂപിയായ ദൈവത്തെ അറിയണമത്ര ഞാൻ അറിഞ്ഞു. ബാബു, തെറ്റിനൊരതിരുണ്ട്. ഇല്ലച്ചോ, ഇന്നത്തെ ലോകത്ത് തെറ്റിനെതിരെയില്ല. ഇവിടെ ജനിക്കുന്നത് തെറ്റാണ്, പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ്, വിവാഹം കഴിക്കുന്നത് തെറ്റാണ്. ഒന്നു മാത്രമാണ് ശരി, മരിക്കുന്നത്. നീ മരിക്കാൻ തീരുമാനിക്കുകയാണോ? വേണ്ടി വന്നാൽ ഈ തെറ്റൊന്ന് തിരുത്താൻ. സർ ബാബു, താങ്കളെ കാണാൻ എനിക്കൊരിക്കൽ കൂടി വരേണ്ടി വന്നു. എന്താ പ്രത്യേകിച്ച്? താങ്കൾക്കൊരു അതിഥിയുണ്ട്. വളരെ വളരെ വേണ്ടപ്പെട്ടൊരു അതിഥി. അതിഥിയോ? എനിക്കോ? അതെ, കുറച്ചു നാളുകളായി ഞങ്ങൾക്ക് പിടിതരാതെ കഴിയുകയായിരുന്നു. തെളിയിച്ച് പറയണം ഇൻസ്പെക്ടർ, ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ബാബു, നിങ്ങളുടെ ക്ഷമിക്കണം, അവരുടെ ഒരു സംഘം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ശക്തമായ തെളിവുകളും വിശ്വസനീയമായ മൊഴിയും ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇൻസ്പെക്ടർ, തെളിയിച്ച് പറയണം. കോൺസ്റ്റബിൾ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇൻസ്പെക്ടർ, ഞങ്ങളൊന്ന് അല്പം സംസാരിച്ചോട്ടെ. വേഗം വേണം, ഞാൻ പുറത്തുണ്ടാവും. സുജാതെ, എന്താ ഇത്? അതെ, പെട്ടെന്ന് മനസ്സിലായല്ലേ? നിന്നെ ഏത് വേഷത്തിൽ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് മനസ്സിലാവും. എനിക്ക് ബാബുവിനെ ഈ വേഷത്തിൽ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അഭിവാദനങ്ങൾ സഖാവേ. നീ എന്താ ഈ വേഷത്തിൽ? ബാബു എന്താ ഈ വേഷത്തിൽ? ഞാൻ ജയിലിൽ നിന്ന് പോലും വീട്ട വേഷമായത് അരമണിക്കൂർ മുൻപ്. ഞാൻ ജയിലിലേക്ക് പോകാനിട്ടിരിക്കുന്ന വേഷമായത് അരമണിക്കൂർ കഴിഞ്ഞ്. നീ എന്താ? നമുക്ക് 5 പേർക്കല്ലാതെ നമ്മളെ പറ്റി ഈ ലോകത്ത് ഒരാൾക്ക് പോലും അറിയില്ല. മേൽവിലാസം അറിയില്ല, ചലനങ്ങൾ അറിയില്ല, പരിപാടികൾ അറിയില്ല, എന്തിന് പേര് പോലും അറിയില്ല. അതിൽ 6 ദിവസം മുമ്പ് പിടിക്കപ്പെട്ടത് ബാബുവിനെ മാത്രമാണ്. ആ ബാബു മണവാളിനെ പോലെ ജയിലിൽ നിന്ന് പുറത്തേക്കും. ചതി അറിയാത്ത എന്തൊരു ധാർമ്മിക വേദന. ഇവിടെ വെച്ച് തന്നെ ഇതൊക്കെ വേണം. നിന്റെ മുൻപിൽ വെച്ച് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയെ സാക്ഷി നിർത്തി. കണ്ടോ? ഓഹോ, അപ്പോൾ പെണ്ണ് തന്നെയാണല്ലേ? സംശയം തീർന്നില്ലെങ്കിൽ ഞാൻ ബാക്കി കൂടി അഴിക്കാം. പരിഭ്രമിക്കുകയൊന്നും വേണ്ട. ഇവിടെ വെച്ച് അഴിക്കാത്തത് അവർ അവിടെ കൊണ്ടുപോയി അഴിച്ചു.
സർക്കാർ കാര്യങ്ങൾ മുറ പോലെ നടക്കും. അല്ല ഇൻസ്പെക്ടർ സാർ? നടക്കടി അങ്ങോട്ട്. സാർ ഒരു നിമിഷം. പക്ഷേ ഞാനത് ഒരാളോട് പറഞ്ഞു പോയിട്ടുണ്ട്. ആരോട്? എന്റെ ആത്മീയ പിതാവ്, കാണപ്പെട്ട ദൈവവുമായ അഗസ്റ്റിനച്ചനോട് ഞാനെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുമായിരുന്നു. ഒരു കുംഭസാര രഹസ്യം എന്ന കണക്ക് അദ്ദേഹം അത് പുറത്തു പറഞ്ഞു കാണുന്നു. പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ഓർത്ത് അദ്ദേഹം അത് പറയില്ലല്ലോ. പക്ഷേ അച്ഛനല്ലാതെ അത് മറ്റാർക്കും അറിയാനും മേലല്ലോ. എന്താ ഇത്? ഈ അറസ്റ്റിനും മർദ്ദനത്തിനുമെല്ലാം ഉത്തരവാദി അച്ഛനാണ്. തീർച്ചയാണോ? തീർച്ച. അച്ഛനെ അതറിയൂ, അച്ഛനെ അത് പറയൂ. എന്റെ 5 സഹപ്രവർത്തകർ ഒറ്റിക്കൊടുത്ത ആ അച്ഛനെ ഞാൻ കാണാൻ പോവുകയാണ്. ഒരു പക്ഷെ നിന്നെ രക്ഷിക്കാൻ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞതാണെങ്കിലോ? അച്ഛൻ അത് സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇന്ന് ഞാൻ ആളെ കൊല്ലും. കൊല്ലുമോ? കൊല്ലും. എന്താ കൊല്ല്? കൊല്ലുന്നതിന് മുമ്പ് നീ ഇതുകൂടി അറിഞ്ഞിരിക്കണം. നീ കൊല്ലുന്നത് അഗസ്റ്റിനച്ഛനെ അല്ലായിരിക്കും. നീ കുത്തുന്നത് നിന്റെ അപ്പനെ ആയിരിക്കും. നിന്നെ ജനിപ്പിച്ചു കാലം നീ നരാധമൻ, നീ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാണ്. നീ യുദ്ധക്കൊതിയൻ, ലോകസമാധാനത്തിന് ഭീഷണി. നീ മനുഷ്യർക്കിടയിൽ പലവിധ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി ആധികാരിവർഗത്തിന് വിടുപണി ചെയ്തവൻ. നീ സകല തിന്മകളുടെയും ഉറവിടം. നീയും നിന്നെ പോലുള്ളവരും ഇനി വേണ്ട. അതെ, നീയും നിന്നെ പോലുള്ളവരും ഇനി വേണ്ട എന്നിവർ പറയുന്നു. ഇവളെ അറിയോ നിനക്ക്? എങ്ങനെ അറിയാൻ? ഇവളുടെ കുടുംബം പോലെ ആയിരങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശം മുഴുവൻ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി അഗ്നിക്കിരയാക്കിയവനാണ് നീ. അന്ന് നീ ചുട്ടുകൊന്നവരിൽ നിന്നും പാതി കരിഞ്ഞ് രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഒരുവളാണിവൾ. ഞങ്ങൾ അവൾക്ക് അഭയം കൊടുത്തു. അന്നു മുതൽ വേണ്ട, എന്റെ കണ്ടുമൂടേണ്ട. നേരെ നിന്ന് ഞാൻ കാൺകെ വെടിവെച്ചു കൊല്ലൂ. Shoot him. Shoot. Shoot him. ഇത്
നീടാമംഗലം ആർട്സ് ക്ലബിന്റെ നന്ദി.